بسم الله الرحمن الرحيم. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1205 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 20ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ 20ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികൾ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം എന്ന വിഷയം മുൻനിർത്തിക്കൊണ്ട് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങള്, വിമർശനങ്ങള്, ആരോപണങ്ങള്, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തില് അവരോട് അവരുടെ വാദഗതികളെ തുറന്നു കാണിക്കുന്ന, അവയുടെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്ന വിധത്തില് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. സൂറത്തുൽ ഫുർഖാനില് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അതിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരായത്താണ് ഈ 20ാമത്തെ നമ്മളിപ്പോ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്ത്. ഈ ആളുകൾ അള്ളാഹുവിന് പുറമെ ഔലിയ ആയിട്ട് സ്വീകരിച്ചിരുന്ന, അല്ലെങ്കിൽ ആലിഹത്തുകളായിട്ട് അവര് ആരാധിക്കാൻ തുനിഞ്ഞിരുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ തങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനമുണ്ടായിരുന്നു എന്ന സംഗതിയെ നിഷേധിക്കുകയും ഈ ആളുകൾ അവർക്കായിട്ട് അർപ്പിച്ചിരുന്ന ആരാധനകളെയും വിധേയത്വത്തെയും ഒക്കെ തള്ളിക്കളയുകയും ചെയ്യുമെന്ന് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് അള്ളാഹു വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഫഖദ് കദ്ദബൂക്കും ബിമാ തഖൂലൂൻ, അവരൊക്കെയും തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, കളവാക്കിയിരിക്കുന്നു. അവരത് ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടായിരുന്നില്ല, അവര് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതൊന്നും തന്നെ വാസ്തവമായിരുന്നില്ല എന്ന് ഇവരുടെ ആരാധ്യന്മാര് പറയും എന്ന കാര്യം, അങ്ങനെ ഒരു നാള് വരാനുണ്ട് എന്ന കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ ഒരു ഘട്ടത്തിൽ അവർക്ക് അവര് ചെന്ന് അകപ്പെട്ടിരിക്കുന്ന ദൈവിക നടപടിയുടെ ആ പിടുത്തത്തിൽ നിന്ന് അവരെ തിരിച്ചു കളയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കാനോ കഴിയുന്ന യാതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ യാതൊരു വിധത്തിൽ അവരെ പിന്തുണ നൽകുന്ന ഒരാളെയും അവർക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അങ്ങനെ അള്ളാഹുവിനോട് ഈ വിധത്തിൽ അക്രമം ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും അവരെ അള്ളാഹു കഠിനമായ ശിക്ഷ അനുഭവിപ്പിക്കും എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളുടെ അവസാനത്തിൽ.
അതിനെ തുടർന്നാണ് അള്ളാഹു മറ്റൊരു കാര്യം അവർക്ക് വ്യക്തമാക്കുന്നത്. അവരുന്നയിച്ച ഒരു സംഗതി, ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യരുടെ ജീവിത രീതികൾ പിന്തുടരുന്ന ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് പ്രവാചകനാവുക എന്നതായിരുന്നു അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹുവിടെ നൽകുന്നത് ഈ ഒരു വാചകമാണ്. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ലയഅകുലൂന അത്ത്വാമ വയംശൂന ഫിൽ അസ്വാഖ്. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് നാം ദൂതന്മാരെ, മുർസലുകളെ അയച്ചിട്ടില്ല. ഇല്ലാ ഇന്നഹും ലയഅകുലൂന അത്ത്വാമ വയംശൂന ഫിൽ അസ്വാഖ്. അവരൊക്കെയും തന്നെ ഭക്ഷണം കഴിക്കുന്നവരും അങ്ങാടികളിലൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നവരുമായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ച് അയച്ചിട്ടുണ്ടായിരുന്ന പ്രവാചകന്മാര്, മുർസലുകളൊക്കെയും തന്നെ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു, അങ്ങാടികളിലൂടെ ആവശ്യമുള്ളപ്പോഴൊക്കെ നടക്കുന്നവരും ആയിരുന്നു. അതുകൊണ്ട് ഒരു പ്രവാചകനാവാൻ ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിക്കണമെന്നോ അങ്ങാടികളിലൂടെ നടക്കാതിരിക്കണമെന്നോ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രശ്നം ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും അവാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് പരിചയമുള്ള പ്രവാചകന്മാരാണ് നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം ഒക്കെ. പല വിധത്തില് പല കാരണങ്ങളാൽ അവരുടെ കുടുംബപരമായ ഗോത്രപരമായ സ്മൃതികളില് അവർക്ക് ഇടപഴകേണ്ടി വരുന്ന സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പക്കലുള്ള ദൈവിക വെളിപ്പാടുകളുടെയും അതുപോലെ പ്രവാചകന്മാരുടെ ചര്യയുടെയും ഒക്കെ ഭാഗമായിട്ട് അവര് ഉൾക്കൊണ്ടുവച്ച, അവര് മനസ്സിലാക്കിയിട്ടുള്ള ഈ പ്രവാചകന്മാരുണ്ടല്ലോ, അവർക്ക് പരിചയമുള്ളതാണ്. അവരുടെ പലരുടെയും പേരിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള വിഗ്രഹങ്ങള് കഅബയിലുണ്ടായിരുന്നു ആ കാലത്ത്. ആ പ്രവാചകന്മാരെ അവര് ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഈ പ്രവാചകന്മാരാരും തന്നെ നേരത്തെ അള്ളാഹു നിയോഗിച്ചയച്ച് ഭൂമുഖത്ത് മനുഷ്യർക്കിടയിൽ പ്രബോധന ദൗത്യം നിർവഹിച്ചിരുന്ന പ്രവാചകന്മാർ ആരും തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും മാറിയുന്നവരല്ല. അവർ മനുഷ്യർ തന്നെയായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന, അതുപോലെയുള്ള ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്ന, അതേപോലെ അവരുടെ ക്രയവിക്രയങ്ങൾക്കും കൊള്ളക്കൊടുക്കുകൾക്കും ഒക്കെ വേണ്ടി അങ്ങാടികളിൽ പോവുകയും വരികയൊക്കെ ചെയ്യാറുണ്ടായിരുന്ന ആളുകൾ തന്നെയായിരുന്നു നേരത്തെ നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരൊക്കെ തന്നെ. അവരാരും മാലാഖമാരായിരുന്നില്ല. ഭക്ഷണം കഴിക്കാത്തവരെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു പക്ഷേ ഉണ്ടാവുക മാലാഖമാരായിരിക്കും. അങ്ങാടികളിലൂടെ ക്രയവിക്രയങ്ങളുമായിട്ട് നടന്നു നീങ്ങേണ്ടി വരുന്നവര് മനുഷ്യരാണല്ലോ. അത് ചെയ്യാത്ത, അങ്ങനെയുള്ള സംഗതികൾ വേണ്ടാത്തവരും മലക്കുകളല്ലേ പ്രത്യക്ഷത്തില്. അപ്പോ അങ്ങനെയുള്ള ജീവിത വ്യവഹാരങ്ങളിൽ ഒന്നും ഏർപ്പെടാത്ത മലക്കുകളായിരുന്നു നേരത്തെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാര് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയുന്ന പ്രവാചകന്മാര് പലരും, നിങ്ങൾക്ക് അവരുടെ ചരിത്രം അറിയാം, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അവരിൽ പലരെയും നിങ്ങളുടെ മഅബൂദുകളായിട്ട്, ആലിഹത്തായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആളുകള്, ഈ പ്രവാചകന്മാർ, നേരത്തെ അള്ളാഹു നിയോഗിച്ച് അയച്ചിരുന്ന പ്രവാചകന്മാര്, അവരൊന്നും തന്നെ അമാനുഷ്യരായിരുന്നില്ല. മനുഷ്യന്റെ പ്രത്യേകതകളുള്ളവരൊക്കെ തന്നെയായിരുന്നു. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ. മുർസലുകളിൽ നാം നേരത്തെ നിയോഗിച്ച് അയച്ചിട്ടുണ്ടായിരുന്നില്ല മുർസലുകളുടെ കൂട്ടത്തിൽ ആരെയും. ഇല്ല ഇന്നഹും ലയഅകുലൂന അത്ത്വാം. അവര് ഭക്ഷണം കഴിക്കുന്നവരാണ് എന്ന അവസ്ഥയിലല്ലാതെ. അതുപോലെ വയംശൂന ഫിൽ അസ്വാഖ്. സൂഖുകളില്, ചന്തകളിൽ, അങ്ങാടികളില്, കമ്പോളങ്ങളിലൊക്കെ ജീവിത വ്യവഹാരങ്ങളിൽ പലതും നിർവഹിക്കുന്നതിന് വേണ്ടി, വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ ആയിട്ട് അങ്ങാടികളിൽ പോയി വരുന്നവരൊക്കെ തന്നെയായിരുന്നു അവരും. അങ്ങനെ അല്ലാത്ത ആരെയും നാം ദൂതന്മാരായിട്ട് അയച്ചിട്ടില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്.
മക്കയിലെ ഈ പ്രബോധിത സമൂഹത്തിലെ ആളുകൾക്കും അത് നന്നായിട്ട് അറിയാം. അവരുടെ പ്രപിതാവായിരുന്ന ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെ ആ നിരയിൽ പുറകോട്ട് സഞ്ചരിച്ചാൽ അവർക്ക് പലരെയും തിരിച്ചറിയുന്നുണ്ട്. ആ പ്രവാചകന്മാരാരും തന്നെ ഈ വിധത്തില് മനുഷ്യരായി ജീവിച്ചവരല്ലാത്തവരായിട്ട് കാണാൻ സാധ്യമല്ല. ബാലക്കും ഫിത്ന. തുടർന്ന് അള്ളാഹു പറയുന്നത്, നാം അവരിൽ ചിലരെ മറ്റു ചിലർക്ക് പരീക്ഷണമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. പ്രവാചകന്മാർ പ്രബോധിത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമാണ്. പ്രബോധിത സമൂഹങ്ങള് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളവും പരീക്ഷണമാണ്. അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രവാചകന്മാര് കടന്നു വരുമ്പോ, അവര് ദൗത്യം നിർവഹിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോ അവരെ ഹൃദയപൂർവ്വം ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുകയല്ല ഒരു സമൂഹവും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു അനുഭവം ഒരു പ്രവാചകന്റെ കാര്യത്തിലും നമുക്ക് കാണാൻ സാധ്യമല്ല. ആ സമൂഹം ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമായി മാറുകയാണ് തുടർന്ന് ചെയ്യുന്നത്. ആ പ്രവാചകൻ വളരെയേറെ സഹനം അവലംബിച്ച്, ക്ഷമ അവലംബിച്ച്, സ്ഥൈര്യം കാണിച്ച്, ഇസ്തിഖാമത്തോടു കൂടി നിലകൊള്ളുക എന്ന ജീവിത സാഹചര്യങ്ങൾ വളരെ കൂടുതലുള്ള വിധത്തിലാണ് പ്രവാചകന്മാർക്ക് അത്തരം സന്ദർഭങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒരു പ്രവാചകനെയും ഇദ്ദേഹം പറയുന്നത് സത്യമാണല്ലോ, നമ്മളെല്ലാവരും ഇദ്ദേഹത്തെ പിന്തുണച്ച് കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് എന്ന വിധത്തില് എല്ലാവരും അങ്ങനെ കൈകൊട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഒരു പ്രവാചകന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രബോധിത സമൂഹം വലിയ വിധത്തിലുള്ള ഫിത്ന ആയിരുന്നു. ഫിത്ന എന്ന വാക്കിന് രണ്ട് സൂചനകളുണ്ട്. ഒന്ന് പരീക്ഷണാണ് പ്രത്യക്ഷത്തിൽ തന്നെ, മറ്റത് അതിലടങ്ങിയിട്ടുള്ള പ്രയാസങ്ങളാണ്. പ്രയാസകരമായ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവേണ്ടി വരുമ്പോഴാണ് അത് ഒരു പരീക്ഷണം കൂടിയായി മാറുന്നത് എന്നതാണ് വസ്തുത. അപ്പോ പ്രബോധിത സമൂഹം പ്രവാചകന്മാർക്ക് പരീക്ഷണമായും മാറിയിട്ടുണ്ട്. പ്രവാചകന്മാര് അവരുടെ കാര്യത്തിലും പ്രബോധിത സമൂഹത്തിന്റെ കാര്യത്തിലും പരീക്ഷണമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകൻ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി രംഗത്ത് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. അവരുടെ താല്പര്യങ്ങള്, ഇതുവരെ പിന്തുടർന്നു വന്നിരുന്ന ജീവിത രീതികള്, അതിലൊക്കെ തന്നെ വലിയ പരിവർത്തനം ഉണ്ടാക്കുന്നവനായിട്ടാണ് ഒരു പ്രവാചകൻ വരുന്നത്. ആ പ്രവാചകനെ ഒന്നുകിൽ അവര് സത്യം അവതരിപ്പിക്കുന്ന പ്രവാചകനായി മനസ്സിലാക്കിക്കൊണ്ട് പിന്തുണക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥമായ, ഭൗതികമായ, ജഡികമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പ്രവാചകനെ എതിരെ നിലകൊള്ളേണ്ടി വരും. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ പരീക്ഷണമായി മാറും. എല്ലാ നിലക്കും പരീക്ഷണം തന്നെയായിട്ട് മാറും. അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം അതാണ്. ബാലക്കും ഫിത്ന. അവരിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിന് നാം പരീക്ഷണമാക്കി ഫിത്നയാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരും തന്നെ, ഒരു പ്രവാചകനും തന്നെ പൂർണ്ണമായി എല്ലാവരും സമ്മതിച്ച് ആനയിച്ച് അങ്ങ് സ്വീകരിച്ചു കൊണ്ടുവരില്ല. ഒരു സമൂഹവും ആ പ്രവാചകനെ മാറ്റുരക്കേണ്ടി വരാതിരുന്നിട്ടും ഇല്ല. ഒരു പ്രവാചകൻ സമൂഹത്തിൽ വന്നിട്ട് അയാൾ പറയുന്നതിനെ ചെവിക്കൊള്ളാതെ അതില് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാകാതെ ഒരു സമൂഹത്തിനും അയാൾ അവഗണിക്കാൻ പറ്റിയിട്ടില്ല. എത്ര തന്നെ കാതുകളില് പരുത്തി തിരികെ വെച്ചുകൊണ്ട് നിന്നാൽ പോലും ആ പ്രവാചകനെ അവര് കേൾക്കുകയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന നിർബന്ധമാകും. മക്കയിൽ ഒരു ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും കേൾക്കരുത്, അദ്ദേഹം സമൂഹത്തെ വഴിപഴപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള വിധത്തില് ആളുകൾ മക്കയിലെ പ്രമാണിമാര് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് മക്കയില് ഹജ്ജിന്റെ സന്ദർഭത്തില് വിദൂര ദേശത്ത് നിന്ന് ഒരു വ്യക്തി കടന്നു വരുന്നത്. എന്റെ ഓർമ്മയില് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തോട് മക്കയിലെ പ്രമാണിമാര് മറ്റു പലരോടും പറയുന്ന പോലെ പോയി പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു കുഴപ്പക്കാരൻ ഇവിടെ ഉണ്ട്, അയാളുടെ വർത്താനത്തിന് നിൽക്കരുത്, അയാള് സിഹ്ർ ചെയ്യുന്നവനാണ്, അയാളുടെ വർത്താനത്തിൽ നിങ്ങൾ പെട്ടുപോകും
നിങ്ങൾ വഴികേടിലായി പോവും, കുടുംബ ബന്ധങ്ങളൊക്കെ തകർക്കുകയാണ് അയാളുടെ താല്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ കേൾക്കാനേ അവസരം ഉണ്ടാക്കരുത് എന്ന വിധത്തിലാണ് മക്കയിലെ പ്രമാണിമാര് പറഞ്ഞത്. അങ്ങനെ അതിനെ തുടർന്ന് കാതില് പരുത്തി തിരികെ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാതിരിക്കണം എന്ന നിർബന്ധത്തില് കാത് സ്റ്റഫ് ചെയ്ത് പരുത്തി തിരികെ വെച്ചിട്ടാണ് മക്കയില് ചില നാളുകളില് അദ്ദേഹം അവിടെ കഴിയുകയുണ്ടായത്. പക്ഷെ അതിനിടക്ക് യാദൃച്ഛികമായിട്ട് ചില കാര്യങ്ങൾ കേൾക്കാനിടയാവുകയും അതില് ആകൃഷ്ടനായിട്ട് കൂടുതൽ കേൾക്കണമെന്ന് തോന്നുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പോയി കേൾക്കാൻ വേണ്ട ഒരു ശ്രമം നടത്തി കേൾക്കുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിൽ ആകൃഷ്ടനായി ഇസ്ലാമിലേക്ക് വരികയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഈ വിധത്തില് ആളുകൾ എല്ലാവരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളെ കേൾക്കാനും പ്രതികരിക്കാനും അത് അവരുടെ ചിന്താമണ്ഡലത്തില് ഒരു സ്വാധീനം സൃഷ്ടിക്കാനും നിർബന്ധമായിട്ടും അള്ളാഹു അവസരം ഒരുക്കും. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഒരു പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടേ ഇല്ല എന്നൊരു നിലപാടില് ഞാൻ അതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന നിലയ്ക്ക് ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാവേണ്ട സാഹചര്യം ഒരുങ്ങി വരും. ഇതാണ് അത് സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രബോധിത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും പ്രവാചകന്മാരുടെ സാന്നിധ്യം പരീക്ഷണമാണ്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളും ഒരു പരീക്ഷണം തന്നെയാണ്. ഫിത്ന. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, തസ്ബിറൂൻ, നിങ്ങൾ സഹനം അവലംബിക്കുന്നില്ലേ, നിങ്ങൾക്ക് സബർ ചെയ്യാൻ തോന്നുന്നില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇത് രണ്ടു കൂട്ടരോടുള്ള ചോദ്യം. പ്രവാചകന്മാര് തീർച്ചയായിട്ടും സഹനം അവലംബിച്ചുകൊണ്ട് അവരുടെ ദൗത്യം നിർവഹിക്കും. തുടക്കത്തിൽ ഇല്ലാത്ത പിന്തുണ ഒടുക്കത്തില് പ്രവാചകന്മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. അവരുടെ ദൗത്യം വലിയ മുന്നേറ്റവും വിജയവും ഒക്കെ ആയിട്ട് മാറും. അതുവരെ അവര് സഹനം അവലംബിക്കേണ്ടി വരും. സമൂഹം അവർക്ക് പരിചയമില്ലാത്ത പലതും കേൾക്കേണ്ടി വരുമ്പോ അത് കേട്ട് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അത് മനസ്സിലായി കഴിഞ്ഞാൽ തുടക്കത്തിൽ വലിയ ശത്രുക്കളായി നിന്നിരുന്നവര്, വലിയ എതിർപ്പും വിരോധവും കാണിച്ചിരുന്നവര് ഒടുക്കെത്തുമ്പോ അതിന്റെ വലിയ ചാമ്പ്യൻസ് ആയിട്ട് മാറും. അവരതിന്റെ വാഹകരും അതിന്റെ പ്രയോക്താക്കളും ഒക്കെ ആയിട്ട് ശക്തമായിട്ട് രംഗത്ത് വരും. ഇതാണ് ഉണ്ടാവുക. അപ്പോ അള്ളാഹുവിന്റെ ചോദ്യം രണ്ടു കൂട്ടരോടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ തസ്ബിറൂൻ, നിങ്ങൾ സഹനം അവലംബിക്കുന്നില്ലേ, ക്ഷമ കാണിക്കുന്നില്ലേ? വകാന റബ്ബുക ബസീറ, എന്നിട്ട് പറയുന്നത് നിന്റെ റബ്ബ് തീർച്ചയായിട്ടും എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, സൂക്ഷ്മമായിട്ട് കാണുന്നവനാണ്. പ്രവാചകന്മാരുടെ ഭാഗത്ത് നിന്ന് അവർ നിർവഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ട് കാണുന്നുണ്ട്. സമൂഹത്തിന്റെ മേല് അവരുടെ ദൗത്യ നിർവഹണം എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്, അവരേത് വിധത്തിൽ പ്രതികരിക്കുന്നു, അവരുടെ മനസ്സുകൾ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു, അവരുടെ മനസ്സുകൾ ഏതൊക്കെ വിധത്തിൽ മാറ്റുരക്കപ്പെടുന്നു എന്ന കാര്യം അതും അള്ളാഹു സൂക്ഷ്മമായിട്ട് കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വകാന റബ്ബുക ബസീറ എന്നാണ് അള്ളാഹു പറയുന്നത്. നിശ്ചയമായിട്ടും നിന്റെ റബ്ബ് സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ കാണുന്നവനാണ് എന്ന്. അപ്പോ മറ്റൊരു നിലക്ക് പറഞ്ഞാൽ നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നാഥൻ, അവൻ ചെയ്യുന്നതൊക്കെയും തന്നെ തികഞ്ഞ ജ്ഞാനത്തോടെയും ദൃഷ്ടിയോടെയുമാണ് ചെയ്യുന്നത്. അള്ളാഹു ഒന്നും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യാത്ത വിധത്തിലല്ല അള്ളാഹുവിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്, അള്ളാഹു കാര്യങ്ങൾ കരുനീക്കങ്ങൾ നടത്തുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അതിൽ കാണിക്കുന്ന നിങ്ങളുടെ പ്രയത്നം, ആത്മാർത്ഥത, നിങ്ങളുടെ അധ്വാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലെന്തെങ്കിലും അള്ളാഹു കാണാതെ പോകും, നിങ്ങൾക്ക് അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പരിഗണന അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടാതെ പോകും എന്നുള്ള ആശങ്ക വേണ്ട. നിങ്ങളുടെ പ്രയത്നങ്ങള്, നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ മനോഗതം, അതുപോലെ നിങ്ങൾ നൽകുന്ന പിന്തുണ, നിങ്ങളുടെ യോജിപ്പ്, വിയോജിപ്പ്, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ അതിസൂക്ഷ്മമായിട്ട് കാണുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട്
അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ പെടാതെ പോവും എന്റെ ഒരു പുണ്യകർമ്മം എന്നാരും കരുതേണ്ടതില്ല. അള്ളാഹു ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാതെ അങ്ങ് ചരട് വലിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുകയോ ചെയ്യല്ല ചെയ്യുന്നത്. കൃത്യമായ ദൃഷ്ടിയുടെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് അള്ളാഹു കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അവരുടെ പ്രവർത്തനങ്ങളുടെ, ദുൽമിന്റെ, അതിക്രമങ്ങളുടെ ഒക്കെ ദൂഷ്യ ഫലങ്ങൾ, ഭവിഷ്യത്തുക്കൾ എന്തൊക്കെയായിരിക്കും എന്നതും അവര് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നതാണ് ഇവിടെ സൂചന. കാരണം അള്ളാഹു അവരെടുക്കുന്ന പ്രതികൂലമായ, നെഗറ്റീവായ നിലപാടുകളെയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 20-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.